നമസ്കാരം. ആനയെന്നാൽ ഒരു വിസ്മയം എന്നു തന്നെ പറയേണ്ടി വരും. എത്ര ആസ്വദിച്ചാലും മതിയാവാത്ത ലഹരി. അങ്ങനെയുള്ള ആനക്കാഴ്ചകളുമായി സൂര്യവുഡ് ആനപ്പെരുമയുടെ പുതിയ ഒരു അധ്യായത്തിന് ഇവിടെ തുടക്കമിടുകയാണ്. നാടൻ ആനകൾക്ക് പുറമെ കർണാടക, ബീഹാറി, ആസാമി വിവിധ തരം ആനകളെ ഞങ്ങൾ ആനപ്പെരുമയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആനപ്പെരുമയിലെ അതിഥി താരം ഒരു ആസാമി സുന്ദരനാണ്. കുന്നത്തൂർക്കാരുടെ സ്വന്തം രാമു. നല്ലൊരു ഗജരാജ ചന്തം, അതിലുപരിയായി ശാന്ത സ്വഭാവി. അഴകളവുകൊണ്ടും പ്രൗഢി കൊണ്ടും ഉത്സവ പറമ്പുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഗജവീരന്മാർ നിരവധി ആരാധകരെ സൃഷ്ടിച്ച നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേരുകേട്ട നമ്മുടെ ആനക്കേരളം. പ്രത്യേകിച്ച് ശക്തന്റെ തട്ടകമായ പൂരനഗരി, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശിവ പേരൂരിൻ്റെ മണ്ണിലെ ആനപ്രേമികളുടെയും പൂരാസ്വാദകരുടെ മനസ്സിലേക്കും ചേക്കേറാനായൊരു കൊമ്പൻ. സ്വദേശം അങ്ങ് തെക്കാണെങ്കിലും ഇങ്ങ് വടക്കുള്ളവരുടെ മനം കവർന്നെടുക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു ആസാമി ഗജരാജ ചന്തം. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുട്ടൻപേരൂർ നിവാസികളുടെയും കുന്നത്തൂർ ശ്രീ ദുർഗാദേവിയുടെയും മാനസപുത്രനായ രാമു. കുന്നത്തൂർ രാമു. നനുനനെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ പോലും പരസ്പരം കഥകൾ കൈമാറുന്ന മഴക്കാടുകളാൽ സമ്പന്നമായ ആസാമിലെ ഏതോ ഒരു ഉൾക്കാട്ടിലായിരുന്നു ഇവൻ്റെ പിറവി. പിന്നീട് ബീഹാറിലെ സോൺപൂർ മേളയിലെത്തിയ ഈ കൊമ്പനെ കോട്ടയം പുതുപ്പിള്ളി വാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ് നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തി ഏകദേശം ഒരു മാസത്തിനകം കുന്നത്തൂർ ദേവസ്വം സ്വന്തമാക്കി. അന്നിവന് 11 വയസ്സായിരുന്നു പ്രായം. 7 അടിയോളം മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ. കൊമ്പാണെങ്കിലോ കുറച്ചേ പുറത്തേക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു മോഴയാനയാണെന്ന് പോലും പലരും പറഞ്ഞു നടന്നു. അതൊന്നും തന്നെ ഇവൻ്റെ വളർച്ചയെയോ സൗന്ദര്യ തികവിനോ യാതൊരു വെല്ലുവിളിയും ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇന്നിവൻ ഈ നാട്ടുകാരിൽ ഒരുവൻ കൂടിയായി മാറിക്കഴിഞ്ഞു. രാമു ദേവസ്വത്തിൽ എത്തുന്നതിനു മുൻപേ തന്നെ നാരായണൻകുട്ടി എന്ന ആന ദേവസ്വത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. നാരായണൻകുട്ടിയെ വിറ്റ ശേഷമാണ് രാമുവിനെ ദേവസ്വത്തിലേക്ക് എത്തിക്കുന്നത്. ഈ 2 ആനകളെയും നാട്ടുകാർ സ്വരൂപിച്ച പൈസ കൊണ്ടാണ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് ഇവരുടെ ആനപ്രേമത്തെപ്പറ്റി പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ലല്ലോ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ആനകളെ ഉപയോഗിക്കുന്നവരിൽ നിന്നും ഏറെ വ്യത്യസ്തരാണ് ഈ നാട്ടുകാരും ദേവസ്വം ഭരണസമിതിയും. ഒരു വർഷത്തിൽ 40-45 എഴുന്നള്ളിപ്പുകൾ മാത്രമാണ് എടുക്കുന്നത്. അതും രാമുവിന് മതിയായ വിശ്രമം ലഭിക്കുമെന്നുറപ്പുള്ള എഴുന്നള്ളിപ്പുകൾ മാത്രം. ഇതിലൂടെ ലഭിക്കുന്ന തുക ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കുന്നത്തൂരമ്മ ചികിത്സാ കാരുണ്യനിധിയിലൂടെ അർഹതപ്പെട്ടവർക്കായി നൽകി വരുന്നു. ഏതു വർഷമാണ് ദേവസ്വം ഇവനെ വാങ്ങുന്നത്? 1998 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് കുന്നത്തൂർ രാമു എന്ന ഈ ഗജരാജൻ ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മളിത് വാങ്ങിയത് കോട്ടയത്തുള്ള പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് രാമുവിനെ വാങ്ങിയത്. വാങ്ങുമ്പോൾ രാമുവിന് ഏകദേശം 11 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ദിവസം വാങ്ങുന്ന ആന ഇവനാണോ? അല്ല, ഇതിനു മുമ്പ് വേറൊരു ആന ഉണ്ടായിരുന്നു, നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ വിറ്റതിന് ശേഷം വാങ്ങിയ ആനയാണ്. ആലപ്പുഴയിൽ പൊതുവെ എഴുന്നള്ളിപ്പുകൾ കുറവാണല്ലോ, മറ്റ് ജില്ലകളിലൊക്കെ ഉത്സവങ്ങൾക്ക് പോകാറുണ്ട്. ഇത് ആന ഈ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സാധാരണ ഈ ആന എഴുന്നള്ളിപ്പ് പോകുന്നത്. ഇത് 1975 ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ചാണ് ആ ആനയെ വാങ്ങിച്ചത്. അന്ന് 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച ആനയാണ്.
അതിനുശേഷം മാറിയെടുത്ത ഒരു ആനയാണ് 1998 നമുക്ക് ലഭിച്ച കുന്നത്തൂർ രാമു എന്നുള്ള പേരിൽ കിട്ടുന്ന ഈ ആന. വളരെയധികം ഈ സമയത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവത്തിലെ ചടങ്ങാണ്. പക്ഷേ ഈ നാട്ടിൽ പൂരം എന്ന് പറയുന്ന ചടങ്ങുകൾ കുറവായതിനാൽ പൂരപ്രേമികൾക്ക് ഞങ്ങൾ ആനയെ അടുത്തറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു 4 വർഷമായി ഞങ്ങൾ ആന പൂരപ്പറമ്പിൽ സജീവമായി നിലകൊള്ളുകയാണ്. കുന്നത്തൂർ രാമു എന്ന ഈ കരിവീരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അതിവൻ്റെ ശാന്തത തന്നെയാണ്. നീരുകാലത്ത് പോലും ആർക്ക് വേണമെങ്കിലും അടുത്തു ചെല്ലാം, കൊണ്ടു നടക്കാം, ഭക്ഷണം കൊടുക്കാം, തറി വൃത്തിയാക്കാം. ശാന്തതയാർന്ന ഈ സൽസ്വഭാവത്തിന് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും അനുമോദനം നേടിയെടുക്കാനും രാമുവിനായിട്ടുണ്ട്. 2009 സംഭവം. ക്ഷേത്ര പുനർനിർമ്മാണ സമർപ്പണത്തിനെത്തിയ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമുവിനെ വീക്ഷിക്കുകയും അടുത്തു ചെന്ന് ഇടപെടുകയും സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനുശേഷം ആ സദസ്സിൽ വെച്ച് തന്നെ രാമുവിന് എൻ്റെ വക ഒരു പട്ടം സമർപ്പിക്കുകയാണ്. ഇവൻ്റെ ഈ സ്വഭാവത്തിൻ്റെ നേർക്കാഴ്ചയായി ഒരു പട്ടം, ശാന്തസ്വരൂപ ഗജരാജൻ കുന്നത്തൂർ രാമു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കകം രാമുവിന് പട്ടം സമർപ്പിച്ചു. ഇതിനു പുറമെ മാതംഗശ്രേഷ്ഠൻ, ഗജരത്നം തുടങ്ങി നിരവധി പട്ടങ്ങളും രാമുവിൻ്റെ ഈ സൗന്ദര്യത്തെയും ശാന്തതയെയും തേടിയെത്തിയിട്ടുണ്ട്. മെയ് മുതൽ ആഗസ്റ്റ് വരെയാണ് നീരുകാലമെങ്കിലും ഇത്തവണ കുറച്ച് താമസിച്ചാണ് ഒലിവ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒക്ടോബർ അവസാനത്തിലാണ് അഴിച്ചതും. നീര് കഴിഞ്ഞിറങ്ങിയ രാമുവിന് 1 മാസക്കാലം സുഖചികിത്സയും ദേവസ്വം മുൻകൈയെടുത്ത് നൽകി. ഈ നാട്ടിലെ ഏതൊരാൾക്കും രാമുവിനെ കൊണ്ടു നടക്കാം. എങ്കിലും ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന രവീന്ദ്രക്കുറുപ്പിനോട് രാമുവിന് പ്രത്യേക ഒരു സ്നേഹമാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. എത്തിയ കാലം മുതൽ തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നത് ഇദ്ദേഹമായിരുന്നു. ആ സ്നേഹബന്ധം എത്ര കാലം കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കുവാൻ രാമുവിന് കഴിയില്ല. രവീന്ദ്രേട്ടനും രാമുവിനോടുള്ള സ്നേഹം മറിച്ചല്ല. തെക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരിൽ ഒരാളാണെങ്കിലും താൻ അർഹിക്കുന്ന സ്ഥാനം നേടിയെടുക്കാൻ ഇതുവരെ രാമുവിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏത് ഉത്സവപ്പറമ്പിലെത്തിയാലും തൻ്റേതായ കുറച്ച് ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ കൊമ്പന് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് പൂരനഗരിയായ തൃശ്ശിവ പേരൂരാണ് ഇവൻ്റെ വാസസ്ഥലമെങ്കിൽ എണ്ണം പറഞ്ഞ കൊമ്പന്മാരുടെ പട്ടികയിൽ കുന്നത്തൂർ രാമു എന്ന പേര് ഇടം നേടുമായിരുന്നു. അത് രാമു പങ്കെടുത്തു കഴിഞ്ഞ പൂരം വീക്ഷിച്ചിട്ടുള്ള ഏതൊരാളുടെയും മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചയാണ്. എത്ര വലിയ ഗജവീരന്മാർ നിരന്നു നിന്നാലും രാമുവിൻ്റെ നിലവ് അത് ഒരു ഒന്നൊന്നര നിലവ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ആവേശകരമായ ആനക്കാഴ്ചകൾ പൂരാസ്വാദകരുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമായാണ് ഇത്തവണയും മധ്യ കേരളത്തിലെ പുത്തൻ വഴിത്താരകളിലൂടെ രാമു തൻ്റെ നടയമരങ്ങൾ ഉറപ്പിച്ച് നടന്നു നീങ്ങുന്നത്. കുന്നത്തൂർ ദേവസ്വത്തിൻ്റെ മാത്രമല്ല ആരാധകരുടെയും പ്രിയപ്പെട്ട താരമാണ് രാമു. ഇവൻ്റെ സ്വഭാവ സവിശേഷത ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കാനായതും. താടമുട്ടിയൊലിക്കുന്ന മതപ്പാട് കാലത്ത് പോലും ആർക്കും ഇവൻ്റെ അടുത്തു പോകാം, ഭക്ഷണം കൊടുക്കാം. പാപ്പാന്മാർക്ക് ദിനംപ്രതി എന്നോണം ഇവനെ അഴിച്ചുകെട്ടുകയും കുളിപ്പിക്കുകയുമാകാം. ശാന്തതയുടെ പര്യായമാണ് കുന്നത്തൂർ രാമു.
ആനപ്രേമവും പൂരാവേശവുമെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ. തൃശ്ശൂരിലെ ഉത്സവപ്പറമ്പുകളിൽ ആവേശത്തിരമാല തീർക്കുന്നതിനായാണ് രാമു ഇത്തവണ കച്ചമുറുക്കുന്നത്. ഇവന്റെ ഈ പടയോട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് പാവറട്ടി വെൺമേനാട് പരേതനായ പടാശ്ശേരി ഗോവിന്ദൻ നായരുടെ മകനായ ബിനു എന്ന ഒരു തികഞ്ഞ ആനപ്രേമിയാണ്. ബിനുവിൻ്റെ ഈ ആനപ്രേമം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. നാട്ടാനച്ചന്തത്തിൻ്റെയും ഒരു നാടിൻ്റെ മുഴുവൻ അഭിമാനവുമായിരുന്ന തായങ്കാവു മണികണ്ഠനിൽ തുടങ്ങിയതാണ് ബിനുവിൻ്റെ ആനപ്രേമം. പണ്ട് കാലത്ത് മണികണ്ഠനെ ഇവരുടെ തറവാട്ട് പറമ്പിലായിരുന്നു കെട്ടിയിരുന്നത്. കൂടാതെ ബന്ധുവീട്ടിലുണ്ടായിരുന്ന അയ്യപ്പത്ത് അയ്യപ്പൻകുട്ടിയുമൊക്കെ ബിനുവിൻ്റെ ആനപ്രേമത്തിന് ആക്കം കൂട്ടി. എങ്കിലും തായങ്കാവു മണികണ്ഠനോടുള്ള ആരാധന തന്നെയാണ് ബിനുവിന് ആനപ്രേമം തലയ്ക്ക് പിടിക്കാനുള്ള പ്രധാന കാരണം. 15 വർഷം മുൻപാണ് ബിനു ആനപരിപാലന രംഗത്തേക്ക് കടക്കുന്നത്. മനുസ്വാമി മഠം മനുനാരായണൻ, ഇത്തിത്താനം വിഷ്ണുനാരായണൻ, കിരൺ നാരായണൻകുട്ടി, തോട്ടേക്കാട് ശിവൻ എന്നീ ആനകളും ഇതിനോടകം തന്നെ ബിനുവിൻ്റെ സ്നേഹപരിലാളനം ആവോളം നുകർന്ന കരിവീരന്മാരാണ്. ഉയരവും തലപ്പൊക്കവുമല്ല, മറിച്ച് ആനകൾക്കുള്ള ആ ആനച്ചന്തം തന്നെയാണ് ബിനുവിന് ഏറെ പ്രിയം. കുന്നത്തൂർ രാമു എന്ന് പറയുന്ന ആന നമുക്ക് ഒരു 5 വർഷമായിട്ടാണ് കൂടുതലായിട്ട് പരിചയമുള്ളത്. ആനയെ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇതേപോലെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇക്കൊല്ലം ഒരുവിധം പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള ശാന്തസ്വരൂപം ആയിട്ടുള്ളൊരു ആനയാണ്, ശാന്തസ്വരൂപനായിട്ടുള്ളൊരു ആനയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു തായങ്കാവ് മണികണ്ഠൻ ആന അത്രയും സാധുവായിട്ടുള്ളൊരു ആനയായിരുന്നു. അതിൻ്റെ എല്ലാവിധ ഒരു പ്രകടനങ്ങളും ഉണ്ട്, സ്വഭാവത്തിലും കാര്യങ്ങളിലൊക്കെ. അതൊക്കെ കൂടുതൽ നമുക്ക് അതിനോട് താല്പര്യം തോന്നി. പിന്നെ ആനയെ കാണാനും നല്ല വൃത്തിയുള്ള ഒരു ആനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യം നന്നായിട്ടുണ്ടായിരുന്നു. ഈ ആനയെക്കുറിച്ച് വലിയ കുഴപ്പക്കാരനല്ല എന്നുള്ളൊരു പേര് മുമ്പേ കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കാണാനും വൃത്തിയുള്ള ഒരു ആന എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ആനയെ കാണാൻ വരുന്നുണ്ട്. തരകല്ലാണ്ട് പരിപാടിയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. നിലത്തിഴയുന്ന തുമ്പി, വീണെടുത്ത കൊമ്പുകൾ, ആരും കുറ്റം പറയാത്ത ചെവികൾ, നല്ല മദഗിരി, ഉയർന്ന മസ്തകം, വലിയ വായുകുംഭം, നീളമുള്ള വാൽ തുടങ്ങി ഏതൊരാളുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ പോന്ന ഒരു ഗജസൗകുമാര്യം. ഇത്രയും വിശേഷണങ്ങൾക്കുടമയായ ഈ ആനപ്പിറവിയെക്കുറിച്ചറിഞ്ഞപ്പോൾ ആ കരിവീരനെക്കുറിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്കും തോന്നി. അതിനായി ഇവൻ്റെ സംരക്ഷണ ചുമതലയുള്ള പാവറട്ടി ബിനുവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് ഞങ്ങളിവൻ്റെ
ആക്കാവുന്ന ക്ഷേത്രമാണ് വെൺമേനാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. രാമുവും ഇവന്റെ പാപ്പാനും തമ്മിലുള്ള ആത്മബന്ധം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്തെങ്കിലും ഒരു അനിഷ്ടം ഇരുവരുടെയും ഉള്ളിൽ തോന്നിയാൽ അത് രണ്ടുപേർക്കും പറയാതെ തന്നെ മനസ്സിലാകും എന്നതാണ് ഇവർ തമ്മിലുള്ള ഈ പൊരുത്തം. ചങ്ങനാശ്ശേരി സ്വദേശി മണിക്കുട്ടനാണ് ഇവന്റെ ഒന്നാം പാപ്പാൻ. കോട്ടയം സ്വദേശി സോമു രണ്ടാമനും കരുനാഗപ്പള്ളി സ്വദേശി അഖിലുമാണ് ഇവന്റെ മൂന്നാമൻ. ഞാനിപ്പോൾ ഒരു 6 മാസം ആന കഴിച്ചിട്ട് മറ്റുള്ള ആനെ പോലെ വഴക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ആനയാണ്. പൊതുവെ ശാന്തസ്വരൂപനാണ് ആന. അപ്പോൾ ഞാനും ആനയോട് ഇത്ര മാസങ്ങളായാലും നല്ലൊരു സൗഹൃദത്തിലാണ് ഞാനും ആനയോട് പോകുന്നത്. ആനയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന ഒരു ആനയാണ്. ഞങ്ങൾ രണ്ടുകൂടെ അങ്ങനെ പരസ്പരം പോകുന്നത്. ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ എഴുന്നള്ളിപ്പും മറ്റുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരു ആനയാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പച്ച പരവതാനി വിരിച്ച ഈ നാട്ടിടവഴികളിലൂടെ രാമു നടന്നു നീങ്ങുമ്പോൾ ആ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു അസുലഭ മുഹൂർത്തമാണ് സമ്മാനിക്കുന്നത്. സ്വയം മറന്നിങ്ങനെ പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഗ്രാമവീഥികളിലൂടെ ഇവൻ നടന്നു നീങ്ങുന്നതിനിടെയാണ് പെട്ടെന്ന് ഒരു ബ്രേക്ക് വീണത്. കാര്യം അന്വേഷിച്ചപ്പോൾ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞ രാമുവിൻ്റെ ഒരു കുസൃതിയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. സാധാരണയായി പൈപ്പ് വെള്ളത്തിലാണ് രാമുവിൻ്റെ കുളി. ആ കുളിയൊക്കെ കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയിൽ പുഴയോ കായലോ എന്ന് വേണ്ട കൂടുതൽ വെള്ളമുള്ള ഒരിടം കണ്ടാൽ രാമുവിന് അടക്കാനാവാത്ത ആവേശവും സന്തോഷവുമാണ്. പിന്നെ വെള്ളത്തിലിറങ്ങി ആ സുഖമൊക്കെ നന്നായി ആസ്വദിച്ചേ ഇവൻ കയറിപ്പോരൂ. അതിനിടെ പാപ്പാനെന്നല്ല ആരു പറഞ്ഞാലും ചെവി കൊള്ളില്ല. ആ ഒരു വാക്കുകളെ അന്വർത്ഥമാക്കുന്നതായിരുന്നു രാമുവിൻ്റെ ഈ പ്രകൃതവും. സെന്റിമീറ്റർ ഉയരമുള്ള 31കാരനായ ഒരു ദിവസം 30 പനമ്പട്ട വേണം രാമുവിന്. വരും കാല ഉത്സവ പറമ്പുകളിലെ വാഗ്ദാനമാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ ഇവനും ഒട്ടേറെ ഗജകേസരി ഇതിഹാസങ്ങൾ അടക്കി വാഴുന്ന ഉത്സവപ്രിയനാണെന്ന് തന്റെ ഉയരപ്പറയുന്നതില്ലല്ലോ. ലക്ഷണ തികവുകൊണ്ടും സൗന്ദര്യം കൊണ്ടും മുന്നിലെത്തുന്ന ഏതൊരു കരിവീരനോട് വേണമെങ്കിലും മത്സരിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് രാമു ഈ പൂരനഗരിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള പൂരാവേശ കാഴ്ചകളിൽ ഒരു സൂര്യ തേജസ്സായി രാമു ഉദിച്ചുയരുന്ന കാലം അതിവിദൂരമല്ല. ആവേശകരമായ ആ കാഴ്ചകൾ ഓരോരുത്തരുടെയും മനസ്സിൽ അടിവരയിട്ടുറപ്പിക്കുന്നതിനായി തലയെടുപ്പോടെ ഗജലക്ഷണ തികവുകളോടെ ശാന്തതയുടെ മൂർത്തിമത് ഭാവവുമായി കുന്നത്തൂരമ്മയുടെ സ്വന്തം രാമു ഉത്സവ പറമ്പുകളിൽ നിന്നും ജനഹൃദയങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ്. വീണെടുത്ത് അകന്ന കൊമ്പുകൾ, നിലത്തിഴിയുന്ന തുമ്പി, വലിയ പെരുമുഖം, നല്ല മദഗിരി, തലയെടുപ്പ്, അഴക്, അന്തസ്, പ്രൗഢി, ശാന്ത സ്വഭാവം, അങ്ങനെ കുന്നത്തൂർ രാമുവിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും തീരില്ല. ഇത്ര ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ കുന്നത്തൂർക്കാരുടെ സ്വന്തം ആനയായ രാമുവിന് ഉത്സവപ്പറമ്പുകളിൽ അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്നു തന്നെ വേണം പറയാൻ. കാരണം ഇവൻ്റെ ഈ ഒരു അഴകിനും പ്രൗഢിക്കുമെല്ലാം ഒത്തിണങ്ങിയ രീതിയിൽ ഉത്സവപ്പറമ്പുകളിൽ യാതൊരു അംഗീകാരവും ഇവന് ലഭിച്ചിട്ടില്ല. പണ്ട് ആലപ്പുഴ ജില്ലയിലും തെക്കൻ കേരളത്തിലും മാത്രമാണ് കുന്നത്തൂർ രാമു എത്തിപ്പെടാറുള്ളത്. ഇന്നിവൻ ആന കേരളത്തിലെല്ലാം തന്നെ പെരുമയറിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ അധ്യായത്തിന് തിരശീല വീഴുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ആനക്കാഴ്ചയുമായി. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.